തൃശൂർ മതിലകത്ത് വാടക ചോദിച്ചതിലുള്ള വൈരാഗ്യത്തിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. പാപ്പിനിവട്ടം സ്വദേശി കലേഷാണ് പിടിയിലായത്. പാപ്പിനിവട്ടം സ്വദേശി സുരേഷ് കുമാറിനെയാണ് പ്രതി ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ സൈബർ തട്ടിപ്പിലൂടെ പണം തട്ടിയ പ്രതികൾ പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശികളായ മുഹമ്മദ് ഹസൻ, ഹനീഫ്, അൻസാരി മുഹമ്മദ് എന്നിവരെ ബോംബെയിൽ നിന്നാണ് പിടികൂടിയത്. ചന്ദ്രാപ്പനി സ്വദേശിയോട് ഓൺലൈൻ പർച്ചേസിലൂടെ സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് 1.5 കോടിയിലധികം രൂപ തട്ടിയെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ അന്തിക്കാട് ബാർ ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ 4 പ്രതികളെ റിമാൻഡ് ചെയ്തു. വെളുത്തൂർ സ്വദേശികളായ സനീഷ്, അഭിഷേക്, ശ്രീജിത്ത്, സെബിൻ, മനക്കൊടി സ്വദേശി മനു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഇവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി കേസുകളുമുണ്ട്. 2025 നമ്പിയോ സുരക്ഷാ സൂചിക പട്ടിക പുറത്ത്. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ 7ാം സ്ഥാനത്ത് ഇടം പിടിച്ച് തിരുവനന്തപുരം. കവർച്ച, കാർ മോഷണം, ശാരീരിക പീഡനം, സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സൂചിക പട്ടിക ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനം സുതാര്യമാക്കാൻ സർക്കാർ നടപടി തുടങ്ങി. ഈ പോസ് മെഷീനുമായി അളവ് തൂക്ക യന്ത്രങ്ങൾ ബന്ധിപ്പിക്കാനാണ് സർക്കാർ നീക്കം. 2018 മുതൽ 14,000 റേഷൻ ഡിപ്പോകളിൽ ഈ പോസ് മെഷീനുകൾ വഴി റേഷൻ വിതരണം മെച്ചപ്പെടുത്തി. ഇതിന്റെ 2ാം ഘട്ടമായിട്ടാണ് അളവ് തൂക്ക യന്ത്രങ്ങൾ ഈ പോസ് മെഷീനുമായി ബന്ധിപ്പിക്കാൻ നടപടി തുടങ്ങിയത്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി ഉപഭോക്താവിന്റെ അവകാശം സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. പദ്ധതി നടപ്പാകുന്നതോടെ ഗുണഭോക്താക്കൾക്ക്